عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ജുമുഅ ദിവസം ഒരുമിച്ച് കൂടുവാനും ഈ മഹനീയമായ ഈ ഒരു ദിവസത്തിൻ്റെ പവിത്രതകളും മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളും കരസ്ഥമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിൽ നമുക്കൊരു അവസരവും കൂടി നൽകി. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, ദാരിദ്ര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റുമാറാകട്ടെ. ആപത്ത്, അപകടങ്ങൾ, ബലാ, മുസീബത്തുകൾ തൊട്ടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും മനസ്സിൻ്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമായി അനുബന്ധിച്ച് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവും ആഘോഷിച്ച് ഒരു റബീഉൽ അവ്വൽ ഇതാ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര റബീഉൽ അവ്വലുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. എത്ര റമളാൻ മാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി. എത്ര പരിശുദ്ധമായ ഹിജ്റയുടെ ഒന്നാമത്തെ മാസമായ മുഹറം മാസം നമ്മുടെ ജീവിതത്തിൽ എത്ര കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ എത്ര ആയുസ്സുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചത്. എന്നിട്ടും പടച്ച റബ്ബിന് വേണ്ടിയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയോ ജീവിതത്തിൻ്റെ ഒരല്പമെങ്കിലും മാറ്റിവെക്കാൻ എനിക്കും നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. റബീഉൽ അവ്വൽ മാസം വന്നു. പ്രവാചക ഹുബ്ബിനാൽ ഒരുപാട് മദ്ഹുകൾ പാടി പറഞ്ഞു. മദ്രസ വിദ്യാർത്ഥികളുടെ അവരുടെ മദ്ഹുകളും നമ്മൾ കേട്ടു. ഒരുപാട് പ്രവാചക പ്രേമികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു. പക്ഷേ അതെല്ലാം ആ ഒരു റബീഉൽ അവ്വൽ 12 കൂടി അവസാനിച്ചിരിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസം റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ക് കാണിക്കുന്ന, മുഹബ്ബത്ത് കാണിക്കുന്ന ആശിഖീങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്താണ്? യഥാർത്ഥ പ്രവാചക അനുരാഗി എന്ന് പറഞ്ഞാൽ എന്താണ്? റബീഉൽ അവ്വൽ മാത്രം വരുമ്പോൾ, അതും 12 നബിദിനത്തിന്റെ അന്ന് മാത്രം കൊട്ടി ആഘോഷിക്കലല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെല്ലാമാണോ പഠിപ്പിച്ചു തന്നത്, കഴിയുന്നതിലത്രയും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ഹയാത്താക്കി അള്ളാഹു കൽപ്പിച്ച രീതിയിൽ ജീവിക്കുക എന്നതാണ് ഒരു മുഅ്മിനിന്റെ ദൗത്യം എന്ന് പറയുന്നത്. കാരണം
അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത് വെറുതെ ഒന്നുമല്ല. ഒരുപാട് ത്യാഗങ്ങളിലൂടെ. നമുക്കറിയാം, 6 വയസ്സായപ്പോൾ തന്നെ മാതാവ് മരണപ്പെട്ടു. സ്വന്തം പിതാവിനെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായി ഈ ലോകത്തിന് പിറവിയെടുത്തതെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ബാലനായിരുന്നപ്പോൾ, ആ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ, നമുക്കുമില്ലേ സഹോദര, നമുക്കുമില്ലേ വാപ്പ, കൊച്ചുമക്കൾ, ചെറിയ പ്രായത്തിലുള്ള 10 വയസ്സിന് താഴെയുള്ള എത്ര മക്കൾ നമുക്കുണ്ട്. ആ ഒരു മകന്റെ മുഖമൊന്ന് നോക്കുകയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു പിഞ്ചിളം പ്രായത്തിൽ ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ ജീവിച്ചതിന്റെ ആ ഒരു ത്യാഗവും വേദനയും മനപ്രയാസവും എന്തേ നമ്മുടെ മക്കളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരാത്തത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബവാഇന്റെ ദേശത്തേക്ക് നടന്നു പോകുമ്പോൾ മുഴുവനും അവിടെ നിന്റെ മാതാവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. പൊട്ടിക്കരഞ്ഞ മാതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന ഹബീബിനെ കണ്ട സ്വഹാബത്തുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് കണ്ണീരിലായി പടച്ച റബ്ബിനോട് ദുആ ചെയ്ത എത്രയോ അവസരങ്ങൾ നേരിട്ട് കണ്ട സാക്ഷികളായ സഹാബത്തുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ എന്നിട്ടും സ്ത്രീത്വത്തിന് അള്ളാഹിന്റെ റസൂല് കൊടുത്ത പ്രാധാന്യം, ഒരു ഉമ്മയ്ക്ക് അള്ളാഹിന്റെ റസൂല് ഈ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച ആ ഒരു വാക്യങ്ങൾ ഒരിക്കലും വായിക്കാൻ പറ്റാത്തതാണ്. ഉമ്മയുടെ സ്നേഹം എന്താണ്, ഉമ്മയുടെ വാത്സല്യം എന്താണ്, ഉമ്മയുടെ ലാളിത്യം എന്താണെന്ന് അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ലഭിക്കാത്ത ഒരു മനുഷ്യനാണ് ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെയുള്ള സമർപ്പണത്തിന്റെ സമവാക്യങ്ങൾ ലോകത്തിനോട് പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു മനുഷ്യനായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന വഴികൾ ഒരാളെ കൊണ്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഘട്ടവും ഒന്ന് ആലോചിച്ചു നോക്കേ. നമ്മുടെ പിതാക്കന്മാര് ജോലിക്കായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ, സലാം പറഞ്ഞു പോകുമ്പോൾ, വാപ്പ ഒന്ന് നോക്കി പോയിട്ട് വരണേ എന്ന് സ്നേഹത്തോടുകൂടി ഒരു പൊന്നുമകൻ പൊന്നുമകൾ പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം സ്നേഹമാണ് ആ മക്കൾക്ക് നൽകുന്നതെന്ന് അതിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ നിങ്ങളെ കാത്തിരിക്കുന്ന ഭാര്യമാര്, നിങ്ങളെ കാത്തിരിക്കുന്ന ഉമ്മമാര്, നിങ്ങളെ കാത്തിരിക്കുന്ന വാപ്പമാര്, സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കണേ. കൃത്യമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ആ സമയത്തിൽ നിന്നും ഒരല്പം തെറ്റിയാൽ, ഒരല്പം താമസിച്ചാല് ആദ്യം വരുന്ന വിളി ഏതാണ്? നമ്മുടെ ഉമ്മ നമ്മളെ വിളിക്കും, മോനെ എവിടെ എത്തി, നിന്നെ കണ്ടില്ലല്ലോ. ആ ഉമ്മ നമ്മെ എത്രത്തോളമാണ് ആ ഉമ്മ നമ്മെ വളർത്തി വലുതാക്കിയതെന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കണം. കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. വാപ്പമാരുടെയും ഉമ്മമാരുടെയും ത്യാഗങ്ങൾ തിരിച്ചറിയാതെ പോകുന്ന മക്കളുടെ സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേവലം മൊബൈൽ ഫോണിന്റെ റീചാർജുകൾക്ക് വേണ്ടിയും മൊബൈൽ ഫോണുകൾ വാങ്ങിക്കൊടുക്കാതിരിക്കുന്നതിന്റെ പേരിലും എത്രയെത്ര മക്കളാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വത്തിനേക്കാൾ പണത്തിന് പ്രാധാന്യവും വിലയും മൂല്യവും കൊടുക്കുന്നതിന്റെ ഒരൊറ്റ കാരണമാണ് ഇന്നിന്റെ സമൂഹം നാശത്തിലേക്ക് കടന്നു പോകുന്ന യാഥാർത്ഥ്യം. എന്റെ പ്രിയപ്പെട്ടവരെല്ലാം മനസ്സിലാക്കണം. മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, ക്രൈസ്തവ സമുദായത്തിലാണെങ്കിലും ഹൈന്ദവ സമുദായത്തിലാണെങ്കിലും മക്കൾക്ക് കിട്ടേണ്ട രീതിയിലുള്ള സ്നേഹം നമ്മൾ കൊടുത്തിട്ട് അവസാനം നമ്മുടെ മക്കൾ നമ്മുടെ കരങ്ങളിൽ നിന്നും തെറ്റിമാറി പോകുന്ന അവസ്ഥയിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മുടെ മക്കളുടെ മനസ്സിന്റെ ആ ഒരു അഹന്ത, നമ്മുടെ മക്കളുടെ മനസ്യം
കാപട്യത്തെക്കാൾ അപ്പുറമായി കൊണ്ടിരിക്കുകയാണ്. വഞ്ചിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ, ഇത്ര നാളും വളർത്തി വലുതാക്കി സ്നേഹിച്ച് ഭക്ഷണം നൽകി, വസ്ത്രം നൽകി, സമ്പത്ത് നൽകി സംരക്ഷിച്ച് അവസാനം നല്ല നിലയിൽ ജോലിയിൽ വരെ എത്തിച്ച ആ പൊന്നു മാതാപിതാക്കളെ മാറ്റി നിർത്തുന്ന കാലഘട്ടമായി മാറി. ഇവിടെ ഇരിക്കുന്ന ഒരു മക്കൾ പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എത്രയോ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവർ എത്രയോ ഉണ്ട്. ആ ഒരു സ്നേഹത്തിന്റെ, ആ ഒരു പുഞ്ചിരിയുടെ മുഖം ഇന്നും മായാതെ മറയാതെ എത്രയോ പൊന്നു മക്കളുടെ ഹൃദയത്തിൽ ആ ഉമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളുണ്ട്. ആ കരുതലിന്റെ വാപ്പയുടെ മുഖമുണ്ട്. ആ മാതാപിതാക്കളെയാണ് ഇന്നിന്റെ സമുദായത്തിലെ മക്കൾ തട്ടിയെറിയുന്നതും വലിച്ചെറിയുന്നതും, ആ ഒരു മാതാപിതാക്കൾക്ക് നേരെ കയ്യോങ്ങുന്നതും അടിക്കുന്നതും. വൃദ്ധസദനങ്ങളിൽ പോലും മാതാപിതാക്കളെ കൊണ്ടയക്കുന്ന കാരണം ഇതാണ്. ആ മാതാപിതാക്കളെ കൊണ്ട് ഇനി ഒരു ഗുണമില്ല എന്ന് മക്കൾ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ ആ മാതാവിന്റെ വില വീടിന് പുറത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതിലൂടെയാണ് പ്രവാചകൻ ആരാണെന്ന് ഈ ലോകം പഠിക്കേണ്ടത്. ഇതിലൂടെയാണ് പ്രവാചകന്റെ പ്രവർത്തനങ്ങളും പ്രവാചകന്റെ വാക്യങ്ങളും ഈ ലോകത്തിന് മുന്നിൽ എന്നും എപ്പോഴും വാനോളം പുകഴ്ത്തേണ്ടത്. ലോകത്തിന് മുന്നിൽ ഏത് കാലഘട്ടത്തിലും, ഏത് സമുദായത്തിലും, ഏത് മേഖലകളിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തു നോക്കിയാൽ, അധ്യാപക രംഗത്താകട്ടെ, തൊഴിൽ മേഖലയിലാകട്ടെ, മക്കളെ നോക്കുന്ന മാതാപിതാക്കളുടെ സ്നേഹത്തിലാകട്ടെ, ഏതൊരു കാര്യത്തിലായാലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമ മാതൃകയാണ്. വിശുദ്ധമായ ഖുർആനും അത് തന്നെയല്ലേ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്നെല്ലാവർക്കും വാശിപ്പുറത്തെ ജീവിതമാണ്. വാശിയോടുകൂടി, അഹങ്കാരത്തോടുകൂടി, സ്നേഹബന്ധങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ, തിരിച്ചറിയാത്ത മൂല്യങ്ങൾ ലഭിക്കാത്ത രീതിയിൽ ഓരോ മനുഷ്യന്റെ ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയൽവാസികളോടാകട്ടെ, കുടുംബത്തിലാകട്ടെ, സഹോദര്യ ബന്ധത്തിലാകട്ടെ, എല്ലാം ഇന്ന് നശിച്ച് നാശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ കാലത്തെ തന്നെയാണ് സത്യം. മനുഷ്യനെല്ലാം വഴികേടിലാണ്, നാശത്തിലാണെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്സോലിഹാത്തി വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. വിശുദ്ധമായ ഖുർആന പഠിപ്പിച്ചു തരുന്നത്, ഏത് പ്രതിസന്ധി വന്നാലും അത് ക്ഷമിക്കാനുള്ള ഒരു മനസ്സാദ്യം ഉണ്ടാകണം. സത്യത്തിലേക്ക് മാത്രം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും ഉൾപ്പെടെയുള്ള അള്ളാഹു എന്തൊക്കെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അമ്പിയാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ സമുദായത്തിലെ മുസ്ലിങ്ങൾ പോലും ഔലിയാക്കന്മാർക്കെതിരായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുസ്ലിമീങ്ങൾ പോലും പരസ്പരം ഭിന്നതയോടുകൂടി, പരസ്പര സ്നേഹമില്ലാതെ, ഐക്യമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഉമ്മത്തിന് ഒരു ബലമുണ്ടാവുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി ഇരിക്കുന്ന സമയത്ത് ആയിഷ ബീവി മുത്തുനബിയോട് പറയുന്ന, നബിയെ, എനിക്ക് വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യുമോ? ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഭർത്താവായ മുത്തുനബിയോട് പറയുന്നു, നബിയെ, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? എത്ര ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരോട് ദുആ ചെയ്യാൻ പറയുന്നത്. എത്ര മക്കളുണ്ട് മാതാപിതാക്കളോട് ദുആ ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് വേണ്ടി ദുആ ചെയ്തു.
പൊട്ടിച്ചിരിക്കുകയാണ് ആയിഷ ബീവി. കാരണം എന്തേ? അള്ളാന്റെ റസൂല് ഞാൻ പറഞ്ഞ ഉടനെ തന്നെ എനിക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ എന്ന ആ ഒരു ദാമ്പത്യത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനം ആയിഷ ബീവിയിൽ നിന്നും ഉണ്ടായി പൊട്ടിച്ചിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുന്നു, ആയിഷ എന്തേ നീ ചിരിക്കുന്നത്? അങ്ങക്ക് ഇത്രത്തോളം എന്നെ സ്നേഹമായിരുന്നു എന്ന് അങ്ങയുടെ ഓരോ വാക്കുകളും, അങ്ങയുടെ ഓരോ സെക്കൻഡുകളും, അങ്ങയുടെ ഓരോ നിമിഷങ്ങളും അത് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ എൻ്റെ ഓരോ നമസ്കാരത്തിന് ശേഷവും ഞാൻ എൻ്റെ സമുദായത്തിന് വേണ്ടി, ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി റബ്ബിനോട് എന്നും ദുആ ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓണം കടന്നു വന്നപ്പോൾ നബിദിനം മറന്നുപോയ മുസ്ലിം സമുദായം, ഹൈന്ദവ സമുദായത്തിന്റെ ആഘോഷമായ ഓണം കടന്നു വന്നപ്പോൾ ഒരു മുസൽമാന്റെ നെഞ്ചിടിപ്പായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഒരു സ്നേഹം മറന്ന മുസ്ലിം സമുദായം അധാർമികതയെ, അതിന്റെ അതിർവരമ്പുകളെ അലതല്ലിക്കൊണ്ട് അങ്ങകലെ അറേബ്യൻ മക്കയിൽ കാട്ടറബികളുടെ ഇടയിൽ പ്രകാശത്തിന്റെ വെള്ളിത്തിര പ്രവചിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂല് ഈ ഉമ്മത്തിന് വേണ്ടിയാണ് ജീവിച്ചതെന്ന് പറയുമ്പോൾ ആ പ്രവാചകനോടൊന്ന് കടമപ്പെട്ടിരിക്കുന്ന, ആ പ്രവാചകന്റെ അനുരാഗി എന്ന് പറയുന്ന, ആ പ്രവാചകന്റെ ഉമ്മത്ത് എന്ന് പറയുന്ന ഞാനും നിങ്ങളും ആ ഹബീബിനെ പിന്തുടരണ്ടേ പ്രിയപ്പെട്ടവരെ. ഇത്തിബാ ഇല്ലാതെ നമുക്ക് രക്ഷയില്ല. ഇത്തിബാ ഇല്ലാതെ ഒരാൾക്കും രക്ഷയില്ല. അല്ലാഹനെ മാത്രം നിങ്ങൾ വിശ്വസിച്ചിരുന്നാൽ അല്ലാഹ് പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നതോടൊപ്പം എൻ്റെ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കുക. അല്ലാഹനെ മാത്രം വിശ്വസിച്ചോ എന്ന് പറഞ്ഞ് ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ല. അല്ലാഹനെ മാത്രം വിശ്വസിച്ചോ എന്ന് പറഞ്ഞു ഒരാളും സ്വർഗത്തിൽ കടക്കുകയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്ത് നബിയല്ലേ ഈ ലോകം തന്നെ അള്ളാഹു സൃഷ്ടിക്കാൻ കാരണം. മനുഷ്യരാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചു. കാഴ്ച നൽകി, കേൾവി നൽകി, സംസാര ശൈലി നൽകി, ശരീരത്തിന്റെ അവയവങ്ങൾ എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ആശയം എത്രയോ മനോഹരമാണ്. സ്വന്തം ശരീരത്തിനെ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ അവന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡോക്ടർമാർ ഈ സദസ്സിലുണ്ട്, അവർക്കറിയാം ഒരു മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം അവസ്ഥകളാണ് ദിനേന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഓരോ ഡോക്ടർമാർക്കും ശരീരത്തിന്റെ ഘടനയെക്കുറിച്ച് അറിയാം. അള്ളാഹു നൽകിയ ഈ ഒരൊറ്റ രൂപത്തിൽ പല അവയവങ്ങളിലായി പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ പല ഡോക്ടർമാരെയാണ് നമ്മൾ പോയി കാണുന്നത്. ചിന്തിച്ചു നോക്കേ, പല ഡോക്ടർമാർ പല രീതിയിലുള്ള ഗുളികകൾ നമുക്ക് നൽകും, മെഡിസിൻ നമുക്ക് നൽകും. എന്തേ? ഈ ഒരൊറ്റ ശരീരത്തിന് ഒരു ഡോക്ടറിനെ കണ്ടാൽ പോരെ? ഈ ഒരൊറ്റ ശരീരത്തിന് ഒരു മരുന്ന് കഴിച്ചാൽ പോരെ? എന്തേ? പല രോഗങ്ങൾക്കായിട്ട് പല ഡോക്ടർമാരെ നമ്മൾ പോയി കാണുന്നു, പല മെഡിസിൻ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം എന്തേ ഞാനും നിങ്ങളും ചിന്തിക്കാത്തത്? അല്ലാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ എന്തേ ഞാനും നിങ്ങളും ചിന്തിക്കാതെ പോകുന്നത്? പടച്ച റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ അല്ലാഹു തആല നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാണുന്ന തൊലികൾക്കുള്ളിൽ പോലും എത്രയോ ഘട്ടങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ നരമ്പുകൾ എത്രയാ, വാരിയെല്ലുകൾ, ശരീരത്തിന്റെ അസ്ഥികൾ, ഇതെല്ലാം പടച്ച റബ്ബിന്റെ ഖുദ്റത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും ജീവനെ സൃഷ്ടിച്ച,
ജീവനുള്ള വസ്തുവിൽ നിന്നും ജീവനില്ലാത്തവയെ സൃഷ്ടിക്കുന്ന പടച്ച റബ്ബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ എന്താ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്. ജീവനില്ലാത്ത ഒരു വസ്തുവിൽ നിന്നും ജീവനുള്ളവയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അതേ ജീവനുള്ള മനുഷ്യനിൽ നിന്നും ജീവനില്ലാത്ത ഒരു വസ്തുവിനെ അള്ളാഹു പുറപ്പെടുവിക്കുന്നു. അതേ ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള ഈ കാണുന്ന രീതിയിലുള്ള രൂപമുള്ള ഭംഗിയുള്ള മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. പടച്ച റബ്ബ് എത്രയോ വലിയവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുദ്റത്തുകളും അവന്റെ നിഅമത്തുകളും മനസ്സിലാക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ പരിശുദ്ധമായ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മുടെ കരമന ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ വിദ്യാർത്ഥികളുടെ കരമന ഹയാത്തുൽ ഇസ്ലാം പൂജപ്പുര കുഞ്ചാലുമൂട് പാപ്പനംകോട് നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ നല്ല രീതിയിലുള്ള 2 ദിവസത്തെ കലാസാഹിത്യ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അത് തന്നെ വിഷയമാക്കി പ്രസംഗിച്ച ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഖുർആന്റെ ഒരു ആയത്ത് മാത്രം എടുത്തു വെച്ച് വളരെ രീതിയിൽ വിശദീകരിച്ച എത്രയോ പൊന്നുമക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളുടെ ഇൽമിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേവലം മദ്രസ ഫെസ്റ്റ് വരുമ്പോൾ മാത്രമല്ല പ്രവാചകനെ കുറിച്ചും ഖുർആനെ കുറിച്ചും ഹദീസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. സമ്മാനങ്ങൾക്ക് വേണ്ടി ആവരുത് ദീന് പഠിക്കൽ. ദീന് പഠിക്കൽ കേവലം ട്രോഫിയോ മറ്റു ഉപഹാരങ്ങളോ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാകല്ലേ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. നിങ്ങൾ മക്കൾക്ക് ദീന് പഠിപ്പിക്കേണ്ടത് അതിനു വേണ്ടി മാത്രമല്ല. തൻ്റെ മക്കൾ ജീവിതത്തിലുടനീളം അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എനിക്ക് ഉപകാരം ചെയ്യണം, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു തലമുറയായി വളർത്തിയെടുക്കേണ്ടത് ഇന്നിൻ്റെ വാപ്പമാരുടെ ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നബിദിനവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി. അൽഹംദുലില്ലാ നമ്മുടെ ഈ കരമന നിവാസികൾക്ക് വേണ്ടി കരമന ജമാഅത്ത് ഒരുക്കിയ ഒരുപാട് ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കരമന ജമാഅത്ത് അംഗമായ മുഹമ്മദ് ഹനീഫ സാഹിബിൻ്റെ ഭാര്യ നുസൈബ ബീവി ഇൻഷാ അല്ലാഹ് 30-ാം തീയതി രാവിലെ ഉംറയ്ക്ക് വേണ്ടി തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മാതാവിന് എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുണ്യമായ മക്കയുടെയും മദീനയുടെയും മണ്ണിലെത്താൻ അല്ലാഹു നമുക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും നിയ്യത്ത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. നിയ്യത്ത് ചെയ്യൂലേ ഇൻഷാ അല്ലാഹ്? ആ ഹബീബിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കാതെ എന്ത് ജീവിതം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലെ സ്വർഗം എന്ന് പറഞ്ഞ ആ ഒരു മക്കയും മദീനയും ഒന്ന് കാണാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്ന ത്യാഗത്തിന്റെ ആ ഒരു ജീവിത ഘട്ടങ്ങൾ പഠിക്കുവാനും പ്രവാചകനെ സ്നേഹിച്ച സഹാബത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കുവാനും ഉഹുദ് യുദ്ധവും ബദർ യുദ്ധവും അങ്ങനെയുള്ള എന്തെല്ലാം യുദ്ധങ്ങൾ ഇസ്ലാമിൽ നടന്നിട്ടുണ്ടോ അതെല്ലാം ഇന്നും സാക്ഷിയായി ഈ ദുനിയാവിൽ തന്നെയുണ്ട്. മക്കയുടെ മദീനയുടെ മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമ്പത്ത് കണ്ടെത്തുന്നുണ്ട്. ബിസിനസ്സിന് വേണ്ടി, കല്യാണത്തിന് വേണ്ടി, വീട് വയ്ക്കുന്നതിന് വേണ്ടി. എൻ്റെ ഹബീബിൻ്റെ ആ റൗളയൊന്ന് കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൻ്റെ സ്വർഗം എന്ന് പറഞ്ഞ കണ്ടാൽ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കഅബാലയം ഒന്ന് കാണാൻ എന്ന് ആഗ്രഹിക്കാത്തത് എന്തേ പ്രിയപ്പെട്ടവരെ? അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസകൾ സ്വരൂപിച്ചുകൊണ്ട് 1 ലക്ഷത്തിന് താഴെയല്ലേ ഉണ്ട് ഹബീബേ?
1,00,000 താഴെയല്ലേ ഉള്ളൂ പരിശുദ്ധമായ ഉംറയൊന്ന് ചെയ്യാൻ. അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹിന്റെ റസൂല് പറഞ്ഞു തന്ന ആ ഒരു ദീനിനെയും ആ ഒരു ഇസ്ലാമിന്റെയും ആകത്തുക എവിടെയാണ്? പരിശുദ്ധമായ മക്കയിലും മദീനയിലുമാണ്. അവിടെ പോയി നേരിട്ട് ആസ്വദിക്കുവാനും പഠിക്കുവാനും 1,00,000 താഴെയല്ലേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും സമ്പത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുടെയും ഉപജീവന വരുമാന മാർഗത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരു പിതാവ് തൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുയോജ്യനായ ഒരു വരനെ ലഭിക്കാൻ വേണ്ടി ഒരു പിതാവ് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല എത്രയും വേഗം അള്ളാഹു അത് റാഹത്താക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ആ പിതാവിൻ്റെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പൂർണ്ണമായും സാധിപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അനുയോജ്യരായ വിവാഹപ്രായം എത്തി നിൽക്കുന്ന വധുക്കളുണ്ട്, വരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും അനുയോജ്യരായ ഇണകളെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗികളായി കഴിയുന്ന എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ മുറാദുകൾ, ഉദ്ദേശങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നൽകുന്നതിനോടൊപ്പം ആ പടച്ച റബ്ബിനെ ശുക്ർ ചെയ്യാനുള്ള യഥാർത്ഥ മനസ്സും ക്ഷമിക്കാനുള്ള യഥാർത്ഥ ശരീരവും അല്ലാഹു സുബ്ഹാനഹു തആല നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض إذا صعد الخطيب على المنبر فلا يتكلمن أحد، ومن تكلم فقد لغى، ومن لغى فلا جمعة له. استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله، أشهد أن لا إله إلا الله، أشهد أن محمد رسول الله، أشهد أن محمد رسول الله. حي على الصلاة، حي على الصلاة.